MMV ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജീനിയസ് കെ റോയ്. ഞാൻ സെൻറ്റ് മേരീസ് IT കാച്ചേരിയിൽ MMV ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് HEUI സിസ്റ്റം അല്ലെങ്കിൽ ഹ്യൂവി സിസ്റ്റം. സാധാരണയായി diesel എഞ്ചിനുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹ്യൂവി സിസ്റ്റം. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് എനർജിയാണ്. ഹ്യൂവി സിസ്റ്റം ഒരു യൂണിറ്റ് ഇഞ്ചക്ടറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ് യൂണിറ്റ് ഇഞ്ചക്ടർ എന്ന്. ഓക്കെ, ഓരോ സിലിണ്ടറിനും സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചക്ടറിൽ തന്നെ നമ്മൾ ഫ്യൂവലിനെ ഹൈലി പ്രഷറൈസ് ചെയ്യുന്നു. ആ ഇഞ്ചക്ടർ കൊണ്ട് തന്നെ നമ്മളതിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്യൂവലിനെ ഹൈലി പ്രഷറൈസ് ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടിയും ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഇഞ്ചക്ടറിനെ പറയുന്ന പേരാണ് യൂണിറ്റ് ഇഞ്ചക്ടർ. ഓരോ സിലിണ്ടറിനും സെപ്പറേറ്റ് ഇഞ്ചക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഹ്യൂവി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഇഞ്ചക്ടറാണ്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഹൈഡ്രോളിക് എനർജിയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ ഇൻലൈൻ ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എടുക്കാൻ. അതിലൊക്കെ നമ്മൾ മെക്കാനിക്കൽ എനർജിയാണ് ഉപയോഗിക്കുന്നത് ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യാൻ. ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇൻലൈൻ ടൈപ്പ് FIP നമ്മൾ പഠിച്ചിരുന്നു. പ്ലഞ്ചർ ബാരൽ അസംബ്ലി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ FIP ക്യാം തിരിയുന്നു. ക്യാം ലോബിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് പ്ലഞ്ചർ ബാരൽ അസംബ്ലിയിൽ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യുന്നു. അങ്ങനെ പ്രഷറൈസ് ചെയ്ത ഫ്യൂവൽ ഇഞ്ചക്ടറിലെത്തി ഇഞ്ചക്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് ഇഞ്ചക്ടർ, മെക്കാനിക്കൽ യൂണിറ്റ് ഇഞ്ചക്ടർ നോക്കിയിരുന്നു. അതിൽ നമ്മൾ കണ്ടു ക്യാം വർക്ക് ചെയ്യുമ്പോൾ ക്യാമിൽ നിന്നൊരു റോക്കർ റാം ഉപയോഗിച്ച് നമ്മൾ ഓരോ യൂണിറ്റ് ഇഞ്ചക്ടർ വർക്ക് ചെയ്യിക്കുന്നു. അവിടെയും നമ്മൾ റോക്കർ റാം വഴി, അതായത് മെക്കാനിക്കൽ ഫോഴ്സ് ഉപയോഗിച്ച് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഓരോ ഇഞ്ചക്ടറിനെ വർക്ക് ചെയ്യുന്നത്. ഹ്യൂവിയിലോട്ട് വരുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ ഫ്യൂവലിൽ പ്രഷറൈസ് ചെയ്യാൻ മെക്കാനിക്കൽ എനർജി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ ഹ്യൂവി സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് എനർജിയാണ്. ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓയിലിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന, ഓയിൽ മൂലം കിട്ടുന്ന ഒരു എനർജിയാണ്, ഓയിലിൻ്റെ പ്രഷർ മൂലം കിട്ടുന്ന ഒരു എനർജിയാണ് നമുക്ക് ഹൈഡ്രോളിക് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ അത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രോളിക് എനർജി കൊടുക്കാൻ ഹൈഡ്രോളിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് എൻജിൻ്റെ ലൂബ്രിക്കേഷൻ ഓയിൽ തന്നെയാണ്. ഓക്കെ, നമുക്കിപ്പോൾ നോക്കാം എന്താണ് ഹ്യൂവി സിസ്റ്റം, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹ്യൂവി സിസ്റ്റം HEUI അതിൻ്റെ ഫുൾ ഫോം തന്നെ നോക്കുക. ഹൈഡ്രോളിക്കലി ആക്ച്വേറ്റഡ് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് യൂണിറ്റ് ഇഞ്ചക്ടർ. ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്തുകൊണ്ട്, ഓക്കെ, ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യപ്പെടുന്ന, ഹൈഡ്രോളിക്കലി ആക്ച്വേറ്റ് ആവുന്ന, ഓക്കെ, അതായത് ഓയിലിൻ്റെ പ്രഷർ മൂലമാണ് ലൂബ്രിക്കേഷൻ ഓയിൽ, ഹൈഡ്രോളിക് ഓയിലിൻ്റെ പ്രഷർ മൂലമാണ് ഇഞ്ചക്ടറിൽ ഫ്യൂവല് പ്രഷറൈസ് ചെയ്യപ്പെടുന്നത്. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ഒരു ECM ആണ്, എഞ്ചിൻ കൺട്രോൾ മോഡ്യൂളാണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് ഹ്യൂവി സിസ്റ്റം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് യൂണിറ്റ് ഇഞ്ചക്ടർ നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് യൂസസ് ഹൈഡ്രോളിക് എനർജി ഇൻസ്റ്റെഡ് ഓഫ് മെക്കാനിക്കൽ എനർജി, നമ്മളിതും നേരത്തെ പറഞ്ഞു. ഓക്കെ, ഈ ഒരു സിസ്റ്റം ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് സോളിനോയിഡ്, ആർമേച്ചർ, പോപ്പറ്റ് വാൽവ്, ഇൻറ്റൻസിഫയർ പിസ്റ്റൺ, പ്ലഞ്ചർ, നോസിൽ, ഈ പറഞ്ഞതൊക്കെ ഇഞ്ചക്ടറിനകത്തുള്ള പാർട്സാണ്. അതിനോട് ചേർന്ന് വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഓയിൽ പമ്പ്, ഇഞ്ചക്ടർ, ആക്ച്വേഷൻ, പ്രഷർ കൺട്രോൾ വാൽവ്. ഓക്കെ, എങ്ങനെയാണ് ഹ്യൂവി സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണൊരു യൂണിറ്റ് ഇഞ്ചക്ടർ, ഹ്യൂവി സിസ്റ്റം, ഹ്യൂവി ഇഞ്ചക്ടറിൻ്റെ ഫിഗർ. ഓക്കെ, ഇതിൽ നമുക്ക് പാർട്സ് ശ്രദ്ധിക്കാം. ഒരു സോളിനോയിഡ് കാണാൻ സാധിക്കും. ഓക്കെ, സോളിനോയിഡിന് താഴെ ഈ കാണുന്നത് ഒരു ആർമേച്ചറാണ്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് ആർമേച്ചർ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ ഒരു ആർമേച്ചർ കാണാം. ആർമേച്ചർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോപ്പറ്റ് വാൽവിലോട്ടാണ്. ഓക്കെ, ഈ കാണുന്നത് ഒരു പോപ്പറ്റ് വാൽവാണ്. പോപ്പറ്റ് വാൽവിലോട്ട് ആർമേച്ചർ കണക്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ആർമേച്ചറിനോട് ചേർന്ന് ഒരു ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഓയിൽ എൻ്റർ ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, ലൂബ്രിക്കേഷൻ ഓയിൽ എൻ്റർ ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഇൻറ്റൻസിഫയർ പിസ്റ്റൺ കാണാം. ഓക്കെ, ഈ റൗണ്ടിൽ കാണുന്ന ഇതാണ് ഒരു പിസ്റ്റൺ ഹെഡ് എന്ന് പറയുന്നത്. ആ പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പ്ലഞ്ചറിലോട്ടാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ഒരു പ്ലഞ്ചറിന് ചുറ്റും പ്ലഞ്ചർ സ്പ്രിങ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി താഴെ നോസിൽ അസംബ്ലി നിങ്ങൾക്ക് കാണാം. അതായത് ഒരു ബാരലുണ്ട്, ബാരലിനകത്ത് നോസിലിൻ്റെ നീഡിൽ വാൽവ് ഉണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് ഫ്യൂവൽ എൻട്രി. ഓക്കെ, ഇവിടെയാണ് ഓയിൽ എൻട്രി, പ്രഷറൈസ് ചെയ്ത് കയറുന്ന ഓയിൽ എൻട്രി ചെയ്യുന്ന പോർഷനാണ് ഇവിടെയാണ് ഫ്യൂവൽ എൻട്രി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനിലാണ് ഫ്യൂവൽ മൂവ് ചെയ്യുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഹ്യൂയി സിസ്റ്റത്തിൻ്റെ ഇഞ്ചക്ടറിലെ പാർട്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, നിങ്ങൾക്കിവിടെ ഒരു സോളിനോയിഡ് കാണും. സോളിനോയിഡ് നിങ്ങൾക്കറിയാം ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ്. അതിലോട്ട് കറണ്ട് കൊടുത്താൽ അത് ഒരു മാഗ്നറ്റായി പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ECM ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ECM ആണ് ഇവനെ ആക്ടിവേറ്റ് ചെയ്യുക, വർക്ക് ചെയ്തിരിക്കുന്ന ECM ആണ്. ECM ഇതിലോട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ ഈ സോളിനോയിഡ് മാഗ്നറ്റാവും. മാഗ്നറ്റായ സോളിനോയിഡ് താഴെയുള്ള ആർമേച്ചറിനെ മുകളിലോട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി ആർമേച്ചറിനെ മുകളിലോട്ട് അട്രാക്റ്റ് ചെയ്യും. മുകളിലോട്ട് ആർമേച്ചറിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ആർമേച്ചർ മുകളിലോട്ട് മൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കാണുന്ന പോപ്പറ്റ് വാൽവും മുകളിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഈ കാണുന്ന ലൈനിൽ വന്ന് നിൽക്കുന്ന ഓയിൽ, അതായത് നമ്മുടെ ലൂബ്രിക്കേഷൻ ഓയിൽ. ഓക്കെ, എങ്ങനെയാണ് ഈ ലൈനിൽ ലൂബ്രിക്കേഷൻ ഓയിൽ വന്ന് നിൽക്കുന്നത് എന്ന് ഞാൻ പറയാം. അതായത് ഇതിൽ ഒരു ഹൈ പ്രഷർ പമ്പ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന ഒരു ഹൈ പ്രഷർ പമ്പ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു എഞ്ചിനിൽ സാധാരണയായി ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ലൂബ്രിക്കേഷൻ ഓയിൽ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ പാസ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ ഓയിലിലെ ഈ എഞ്ചിനിൽ പാസ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ ഓയിലിലെ കുറച്ച് ഓയിൽ ഈ പറഞ്ഞ ഹൈ പ്രഷർ പമ്പിലോട്ട് എത്തിക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഓയിൽ പമ്പിൻ്റെ ഡ്യൂട്ടി നമ്മൾ പഠിച്ചതാണ്. ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഓയിൽ പമ്പിൻ്റെ ഡ്യൂട്ടി നമ്മൾ പഠിച്ചതാണ്. ഓയിലിനെ എല്ലാ ഭാഗത്തോട്ടും ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യത്തിന് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഓയിൽ പമ്പിൻ്റെ ഡ്യൂട്ടി. ഹ്യൂയി സിസ്റ്റമുള്ളൊരു വണ്ടിയിൽ ഓയിൽ പമ്പിന് മറ്റൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ട്. ആവശ്യമായ ഓയിലിനെ ഹ്യൂയി സിസ്റ്റത്തിൻ്റെ ഹൈ പ്രഷർ പമ്പിലോട്ട് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയും കൂടി ഒരു ഓയിൽ പമ്പിനുണ്ട്. അത്തരത്തിൽ ഓയിൽ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഓയിലിനെ ഹൈ പ്രഷർ പമ്പിലോട്ട് എത്തിക്കും. ഓക്കെ, ആ പമ്പ് ഈ കിട്ടുന്ന ഹൈഡ്രോളിക് ഓയിലിനെ പ്രഷറൈസ് ചെയ്ത് നേരെ ഈ ഒരു ലൈനിലെത്തിക്കും. ഓക്കെ, ഈ കാണുന്ന പോപ്പറ്റ് വാൽവിനോട് അടഞ്ഞിരിക്കുന്ന ഒരു ലൈനിലോട്ട് ആ ഒരു ഓയിലിനെ എത്തിക്കും. ഓക്കെ, ഹൈലി പ്രഷറൈസ് ചെയ്ത ഓയിലാണ്. ആ ഒരു ഹൈലി പ്രഷറൈസ് ചെയ്ത ഓയിലിനെ ഈ ലൈനിലോട്ട് എത്തിച്ച് ഈ ഒരു ലൈനിൽ തങ്ങി നിൽക്കണം. ഇനി പോപ്പറ്റ് വാൽവ് തുറക്കേണ്ട താമസം, തുറന്ന വഴിക്ക് ഈ ഒരു ഓയിൽ ഈ ഒരു ക്യാവിറ്റിയിലോട്ട് തള്ളി കയറും. ഓക്കെ, പോപ്പറ്റ് വാൽവ് തുറന്ന ഉടനെ ഈ ഒരു പോർഷനിലോട്ട് തള്ളി കയറും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? സോളിനോയിഡ് മാഗ്നറ്റായി കഴിയുമ്പോൾ ആർമേച്ചറിനെ അട്രാക്ട് ചെയ്തു, ആർമേച്ചർ മുകളിലോട്ട് പൊന്തി, പോപ്പറ്റ് വാൽവ് മുകളിലോട്ട് പൊന്തി വഴിക്ക് ഇവിടെ ഒരു പോർഷൻ ഓപ്പൺ ആകുമ്പോൾ ഇവിടെയുള്ള ഹൈലി പ്രഷറൈസ്ഡ് ഓയിൽ, ഹൈഡ്രോളിക് ഓയിൽ ഇതിനകത്തോട്ട് തള്ളി കയറി. ഓക്കെ, നിങ്ങൾക്ക് റെഡ് കളർ കാണാം. ഓക്കെ, തള്ളി കയറുന്ന വഴിക്ക് ആ ഒരു ഫോഴ്സ്, ആ ഒരു ഹാമറിങ് ഫോഴ്സ്, ഓക്കെ, നമുക്ക് തന്നെ ഹാമറിങ് ഫോഴ്സ് തന്നെ പറയണം. കാരണം ഒരു അടിക്കുന്ന പോലെ നല്ലൊരു പ്രഷറിലാണ്, നല്ലൊരു രീതിയിൽ പ്രഷറൈസ് ചെയ്ത ഓയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹാമറിങ് ഫോഴ്സിനാണ് അവിടെ ഉണ്ടാവുന്നത്. ആ ഒരു ഹാമറിങ് ഫോഴ്സ് ഈ ഇൻറ്റൻസിഫയർ പിസ്റ്റൻ്റെ മുകളിൽ ആക്ട് ചെയ്യണം. ഓക്കെ, ഇൻറ്റൻസിഫയർ പിസ്റ്റൺ ആ ഒരു പിസ്റ്റൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ ആ പിസ്റ്റനെ സഡനായിട്ട് താഴേക്ക് മൂവ് ചെയ്യിക്കുകയാണ് ഈ ഒരു ഓയിലിൻ്റെ പ്രഷർ. അത്തരത്തിൽ ഈ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പ്ലഞ്ചറും അതിനൊപ്പം തന്നെ താഴേക്ക് മൂവ് ചെയ്തു. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞു, ഇതാണ് ഇതിലേക്കുള്ള ഫ്യൂവൽ ഇൻലെറ്റ് നിൽക്കുന്നത്. ഓക്കെ,
ഈ പ്ലഞ്ചർ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഫ്യൂവൽ ഇൻലെറ്റിനെ ക്ലോസ് ചെയ്തു. ഈ ഒരു ഇൻലെറ്റ് പോർട്ട് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലഞ്ചർ വീണ്ടും താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ സഡനായിട്ടാണ് ഈ മൂവ്മെൻറ്റ് ഇറങ്ങുന്നത്. മൂവ് ചെയ്യുന്നത് വഴിക്ക് ഈ ഒരു ലൈനിൽ ട്രാപ്പായി നിൽക്കുന്ന ഈ ഒരു ഫ്യൂവൽ ഗാലറിയിൽ ട്രാപ്പായി നിൽക്കുന്ന ഫ്യൂവൽ ഈ ഒരു ലൈനിൽ ട്രാപ്പായി നിൽക്കുന്ന ഫ്യൂവൽ ഈ പ്ലഞ്ചർ താഴേക്ക് മൂവ് ചെയ്യുന്നത് വഴി പ്രഷറൈസ് ആവുന്നു. ഓക്കെ, അവിടെ നല്ല രീതിയിൽ പ്രഷർ അനുഭവിക്കുന്നു. ഓക്കെ, പ്രഷർ അനുഭവിക്കുന്ന വഴിക്ക് ആ ഒരു പ്രഷർ ഈ ഒരു വാൽവ് ചേമ്പറിൽ ആക്ട് ചെയ്ത് ഈ ഒരു നീഡിൽ വാൽവിനെ മുകളിലോട്ട് തള്ളുന്നു. അത് നമ്മൾ കഴിഞ്ഞ നോസിലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രഷർ അനുഭവിക്കുന്ന വഴിക്ക് ഈ ഒരു നീഡിലിനെ മുകളിലോട്ട് തള്ളുമ്പോൾ ഇവിടെ നോസിലെ ഹോൾ ഓപ്പൺ ആവുന്നു. ഈ നോസിലൂടെ ഫ്യൂവൽ ഇഞ്ചക്റ്റ് ആവുന്നു. ഓക്കെ, ഫ്യൂവൽ ഇഞ്ചക്റ്റ് ആയ ശേഷം ഇവിടെ സോളിനോയിഡിൻ്റെ ബന്ധം ECM വിച്ഛേദിക്കുന്നു, കറണ്ട് വിച്ഛേദിക്കുന്നു, ഇലക്ട്രിക് സെൽ വിച്ഛേദിക്കുന്ന വഴിക്ക് ഇതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. ആർമേച്ചർ ഇവിടെ തമ്മിലുള്ള കണക്ഷൻ വിടുന്നു. ആർമേച്ചർ താഴേക്ക് മൂവ് ചെയ്യുന്നു. പോപ്പറ്റ് വാൽവ് ഇവിടെ ക്ലോസ് ചെയ്യുന്ന വഴിക്ക് ഈ ഒരു ഹൈഡ്രോളിക് വാൽവ് ഇതിലോട്ട് കിടക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ കുറഞ്ഞു. ഓക്കെ, പ്രഷർ കുറയുന്ന വഴിക്ക് ഈ ഒരു പ്ലഞ്ചർ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് മൂലം വീണ്ടും പ്ലഞ്ചർ മുകളിലോട്ട് മൂവ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഫ്യൂവൽ ഇൻലെറ്റ് ലൈൻ വീണ്ടും ഓപ്പൺ ആയി. ഓക്കെ, അങ്ങനെ വീണ്ടും ഇവിടെ പ്രഷർ കുറഞ്ഞുകൊണ്ട് നീഡിൽ വാൽവ് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ പ്രഷർ മൂലം നീഡിൽ വാൽവ് വീണ്ടും താഴേക്ക് മൂവ് ചെയ്ത് അവിടെ നോസിലുള്ള ഹോൾസ് അടയുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഹ്യൂവി സിസ്റ്റത്തിൽ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് വെക്കുന്നത് ഹൈഡ്രോളിക് ഓയിലിനെയാണ്. ഓക്കെ, അല്ലാതെ ഫ്യൂവലിനെ അല്ല. നമ്മൾ CRDI സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മളതിൽ കണ്ടു, നമ്മളതിൽ എന്താ ചെയ്യുന്നത്, ആരെയാണ് പ്രഷറൈസ് ചെയ്യുന്നത്? ഒരു ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഒരു കോമൺ ഡൈലിൽ ഹൈലി പ്രഷറൈസ് ചെയ്ത് നിർത്തുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇഞ്ചക്ടറോട്ട് വലിക്കുന്നത്. ഓക്കെ, ഇവിടെ CRDI സിസ്റ്റത്തിനെയും കടന്ന് ഒരു ഗുണമുള്ളത് ഇതാണ്, ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്ത് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. ഫ്യൂവൽ ഈ ലൈനിൽ അതിന് നോർമൽ പ്രഷറിൽ നിൽക്കുന്നു. നമുക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട ആ ടൈമിൽ മാത്രമാണ് ഫ്യൂവലിനെ നമുക്ക് പ്രഷറൈസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷറൈസ് ചെയ്തൊരു ലൈൻ നമുക്ക് അതിൽ ഒഴിവാക്കാൻ പറ്റി. ഓക്കെ, അതാണ് ഹ്യൂവി സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. കോമൺ റെയിൽ പോലെ പ്രഷറൈസ് ചെയ്ത് ഫ്യൂവലിന് ഒരു റെയിൽ നിർത്തേണ്ട ആവശ്യമില്ല. ആ ഒരു ഇഞ്ചക്ട് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമ്മൾ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ECM ഈ സോളിനോയിഡിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതനുസരിച്ചിട്ട് പോപ്പറ്റ് വാൽവ് മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്ത് ഓയിലിൻ്റെ എൻട്രിയെ കൺട്രോൾ ചെയ്യുന്നു. എന്തുമാത്രം മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് ഓയിൽ എൻ്റർ ആവുന്നു, എക്സിറ്റ് പോകുന്നു. അതിനനുസരിച്ച് പ്ലഞ്ചർ മൂവ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇതാണ് ഹ്യൂവി സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹ്യൂവി സിസ്റ്റത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ഈ ഒരു ലൈനിലോട്ട് ഓയിൽ വരുന്നത് ഒരു ഹൈ പ്രഷർ പമ്പിൽ നിന്നാണെന്ന് പറഞ്ഞു. ഹൈ പ്രഷർ പമ്പിനോട് ചേർന്ന് ഉള്ള ഒരു വാൽവാണ് ഇഞ്ചക്ടർ ആക്ച്വേഷൻ പ്രഷർ കൺട്രോൾ വാൽവ്. അതായത് നമ്മളോട് പറഞ്ഞ ഇഞ്ചക്ഷൻ ആക്ച്വേഷൻ പ്രഷർ കൺട്രോൾ വാൽവ്. ഓക്കെ, അതായത് ഈ ഹൈ പ്രഷർ പമ്പിനോട് ചേർന്ന് തന്നെ ഒരു റിസർവോയർ ഉണ്ട്. ഓക്കെ, ഓയിലിൻ്റെ ഫ്ലോ കണ്ടിന്യൂസ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ റിസർവോയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രഷർ പമ്പിനോട് ചേർന്ന് തന്നെയാണ് ഒരു കൺട്രോൾ വാൽവ് ഉള്ളത്, പ്രഷർ കൺട്രോൾ വാൽവ് ഉള്ളത്. അതിൻ്റെ പേരാണ് ഇഞ്ചക്ടർ ആക്ച്വേഷൻ പ്രഷർ കൺട്രോൾ വാൽവ്. എന്തുമാത്രം പ്രഷറിൽ ഓയിലിനെ നമ്മൾ ആ ഒരു ലൈനിൽ കീപ്പ് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ഈ ഇഞ്ചക്ടർ ആക്ച്വേഷൻ പ്രഷർ കൺട്രോൾ വാൽവാണ്. യഥാർത്ഥത്തിൽ നിശ്ചയിക്കുന്ന ECM ആണ് ഈ വാൽവിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു വാൽവ് അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് വർക്കിംഗ് മനസ്സിലായി. ഇത്തരത്തിലാണ് ഒരു ഹ്യൂവി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ഇൻ ട്രഡീഷണൽ കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ CRD സിസ്റ്റം നമ്മൾ പറഞ്ഞു, ദ എൻറ്റയർ ഫ്യൂവൽ ലൈൻ ഈസ് അണ്ടർ ഹൈ പ്രഷർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോമൺ റെയിൽ ഹൈലി പ്രഷറൈസ് ചെയ്ത് ഫ്യൂവൽ നിർത്തുകയാണ് CRD സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഹ്യൂവിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ കറക്റ്റ് ടൈമിൽ മാത്രമാണ്
നമ്മൾ ആ ഫ്യൂവലിനെ ആവശ്യമുള്ള ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്യൂവലിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിപ്പോൾ മെയിൻ ഇഞ്ചക്ഷൻ ആയാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രീ ഇഞ്ചക്ഷൻ, പോസ്റ്റ് ഇഞ്ചക്ഷൻ ഏത് തന്നെയായാലും സോളിനോയിഡ് പ്രവർത്തിക്കുന്നത് വഴി നമുക്ക് വളരെ മൈന്യൂട്ടായി വളരെ പ്രഷർ കൂടിയ രീതിയിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കലി അല്ല ഈ ഇഞ്ചക്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക്കലിയാണ്. ഓക്കെ, ഹൈഡ്രോളിക് എനർജി ഉപയോഗിച്ച് ഇലക്ട്രിക്കലിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ സ്പീഡ് ഇതിനെ ബാധിക്കുന്നില്ല. എഞ്ചിൻ്റെ സ്പീഡിനോട് ഇപ്പോൾ എഞ്ചിൻ സ്പീഡ് ലോ സ്പീഡിലാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ഐഡലിംഗ് സ്പീഡിലാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ കുറഞ്ഞ സ്പീഡിൽ പോലും നല്ല രീതിയിൽ തന്നെ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം എന്താ, എഞ്ചിൻ്റെ സ്പീഡിനെ ഇത് ബാധിക്കുന്നില്ല. എഞ്ചിൻ്റെ ക്യാമിൽ നിന്നല്ല ഡ്രൈവ് എടുത്ത് നമ്മൾ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യുന്നത് ഇലക്ട്രിക്കലി വഴിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യാൻ സാധിക്കുന്നു. പ്രഷറൈസ് ചെയ്യുമ്പോൾ ആറ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നു. ആറ്റമൈസ് ചെയ്യുമ്പോൾ നന്നായി ബേൺ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ പൊല്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ ഫ്യൂവലിനെ കത്തിക്കാൻ ഫുള്ളി ബേൺ ചെയ്യാൻ, കംപ്ലീറ്റ് ബേൺ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പൊല്യൂഷനെ നല്ല രീതിയിൽ കുറയ്ക്കാൻ ഇറക്കിയ ഒരു സിസ്റ്റം ആണെന്ന് കൂടി വേണം പറയാൻ HUI സിസ്റ്റത്തിന്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വേണമാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, ഹൈഡ്രോ കാർബൺസ് ഇവയൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ എമിഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് HUI സിസ്റ്റം. ഇനി HUI സിസ്റ്റം ഹാസ് 2 സെക്ഷൻസ്, ലോ പ്രഷർ ഫ്യൂവൽ ചേമ്പർ, ഹൈ പ്രഷർ ഓയിൽ ചേമ്പർ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സെക്ഷനായിട്ടാണ്. ഹൈ പ്രഷർ ഓയിൽ ചേമ്പർ ഈ ഇഞ്ചക്ടറിൻ്റെ പകുതിക്ക് മുകളിലൂടെ നമ്മൾ കണ്ടു, ഹൈയിൽ പ്രഷറൈസ് ചെയ്ത ഓയിൽ വരുന്ന ചേമ്പറാണ്, അതാണ് ഹൈ പ്രഷർ ഓയിൽ ചേമ്പർ. ഇഞ്ചക്ടറിൻ്റെ പകുതിക്ക് താഴേക്ക് നമ്മൾ കണ്ടു ലോ പ്രഷർ ഫ്യൂവൽ ചേമ്പർ. അവിടെ കമ്പാരിറ്റീവ്ലി ഫ്യൂവൽ ലോ പ്രഷറിലാണ് നിൽക്കുന്നത്, ആവശ്യമായ സമയത്ത് മാത്രം നമ്മളതിന് പ്രഷറൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇഞ്ചക്ഷൻ പ്രഷർ is 6 times the oil actuation pressure. ഓക്കെ, എന്ന് വെച്ചാൽ ഓയിൽ ആക്ച്വേഷൻ പ്രഷറിനേക്കാൾ 6 മടങ്ങ് കൂടുതലാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പ്രഷർ. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ഓയിലിനെ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ ആ ക്യാവിറ്റിയിലോട്ട്, ആ ഒരു ചേമ്പറിലോട്ട് കൊണ്ടുവരുന്നത്. അവിടെ ഇൻറ്റൻസിഫയർ പിസ്റ്റൺ ഉണ്ട്, പ്ലഞ്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരു ഹാമറിങ് ഫോഴ്സാണ് അവിടെ ഉണ്ടാകുന്നത്. ഓയിലിനെ കടത്തി വിടുന്ന വഴിക്ക് ആ ഒരു ചേമ്പറിൽ ഒരു ഹാമറിങ് ഫോഴ്സ് ഉണ്ടാകുന്നു. അതുമൂലം നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഇൻറ്റൻസിഫയർ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു. അത്തരത്തിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട്, സഡനായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് നല്ല കൂടിയ പ്രഷറാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. കടത്തിവിടുന്ന ഓയിലിൻ്റെ പ്രഷറിനേക്കാൾ 6 മടങ്ങ് പ്രഷർ ഈ ഇൻറ്റൻസിഫയർ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നത് വഴി താഴെ ആ ചെറിയ ഫ്യൂവൽ ഗാലറിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓയിൽ പ്രഷറിനേക്കാൾ 6 മടങ്ങ് പ്രഷറാണ് ഫ്യൂവലിന് കൊടുക്കാൻ സാധിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇഞ്ചക്ഷൻ പ്രഷർ 6 മടങ്ങാണെന്നുള്ളത്. അടുത്ത ഓയിൽ ടെമ്പറേച്ചർ സെൻസർ, പ്രഷർ സെൻസർ എക്സെട്ര ആർ യൂസ്ഡ്. നമുക്കറിയാം ECM കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കലി എഞ്ചിൻ കൺട്രോൾ മോഡ്യൂളാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻസറുകൾ ഉപയോഗിച്ചിട്ടാണ് സിഗ്നൽസ്, എല്ലാ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, വണ്ടിയുടെ സ്പീഡായാലും എന്ത് തന്നെ ആയാലും നമ്മൾ എടുക്കുന്നത് സെൻസറുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ സെൻസറുകളെല്ലാം അനലൈസ് ചെയ്ത് സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ECM അനലൈസ് ചെയ്തുകൊണ്ടാണ്, എഞ്ചിൻ കണ്ടീഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഫ്യൂവൽ ഇഞ്ചക്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊന്നാണ് ഓയിൽ ടെമ്പറേച്ചർ സെൻസർ. അതായത് നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ പമ്പിൽ ഒരു റിസർവോയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ റിസർവോയിലുള്ള ഒരു സെൻസറാണ് ഓയിൽ ടെമ്പറേച്ചർ സെൻസർ. ഈ പറഞ്ഞ ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ അത് സെൻസ് ചെയ്യാവുന്നതാണ് ഓയിൽ ടെമ്പറേച്ചർ സെൻസർ. അതുപോലെ തന്നെ പ്രഷർ സെൻസർ, എന്തുമാത്രം പ്രഷറിലാണ് ഓയിൽ ആ ലൈനിൽ നിൽക്കുന്നത് എന്ന് നോക്കാനുള്ള പ്രഷർ സെൻസർ. ബാക്കി തുടങ്ങിയ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സെൻസറുകളും ഇതിലുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഹൈ പ്രഷർ ഓയിൽ പമ്പ് ടു ഡെലിവർ പ്രഷറൈസ്ഡ് ഓയിൽ ടു ഇഞ്ചക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രഷർ ഓയിൽ പമ്പ് ഒരെണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ഫ്യൂവലിനെ പ്രഷറൈസ്ഡ് ഓയിലിനെ ഇഞ്ചക്ടറോട് കൊടുക്കാനായിട്ട് ഒരു ഹൈ പ്രഷർ പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇഞ്ചക്ടർ ആക്ച്വേഷൻ പ്രഷർ കൺട്രോൾ വാൽവ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഒരു വാൽവ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദി സിസ്റ്റം ലൂബ്രിക്കേഷൻ പമ്പ് ഹാസ് 2 ഫംഗ്ഷൻ. ഓക്കെ, ലൂബ്രിക്കേഷൻ പമ്പിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എഞ്ചിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ, 2 ഹ്യൂവി ഹൈ പ്രഷർ പമ്പിലോട്ട്
ലൂബ്രിക്കേഷൻ ഓയിലിനെ സമ്പിൽ നിന്ന് കൊടുത്തുവിടാൻ. ഓക്കെ, നമ്മൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞ ലൂബ്രിക്കേഷൻ ഓയിൽ പമ്പ്, അതിന് രണ്ട് ധർമ്മമുണ്ട്. ഒന്ന് എൻജിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്ന കോമൺ ധർമ്മവും, രണ്ട് ഹ്യൂവി ഹൈ പ്രഷർ പമ്പിലോട്ട് ഓയിലിനെത്തിക്കുക എന്നുള്ള ഒരു ധർമ്മവും. ഓക്കെ, ഇറ്റ് ക്യാൻ മേക്ക് ഇഞ്ചക്ഷൻ പ്രഷർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൻജിൻ സ്പീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു എൻജിൻ സ്പീഡിനെ ആനുപാതികമായിട്ടല്ല ഇവിടെ പ്രഷറൈസിങ് നടക്കുന്നത്. എൻജിൻ ഏത് സ്പീഡിലായാലും നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യാൻ സാധിക്കും, കാരണം ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്. ഇംപ്രൂവ്ഡ് റെസ്പോൺസീവ്നെസ്, ഗ്രേറ്റർ എക്കോണമി, റെഡ്യൂസ്ഡ് എമിഷൻ. ഓക്കെ, നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് എൻജിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുമൂലം നല്ല ഗ്രേറ്റർ എക്കോണമി, ഫ്യൂൽ എക്കോണമി ഉണ്ടാകുന്നു, എമിഷൻസ് കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു ഹ്യൂവി സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.